നമ്മൾ ഇത്രയും ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഫാമിൽ നിന്ന് വന്ന് കഴിക്കുന്നത്. സോ ഇത്രയും നമ്മൾ ഫ്രഷ്ലി ഫാമിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്തുള്ളൂ. നമ്മൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. വെറൈറ്റീസ് ഓഫ് റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ഗോവയ്ക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫ്ലൈറ്റിന് ഇതിപ്പോൾ ഗോവയ്ക്ക് കയറും. ഇത്രയും വലിയ ഒരു മാംഗോസ്റ്റിൻ ഫാം, അതായത് കൊമേഴ്ഷ്യലി പ്ലാൻ ചെയ്ത ഒരു മാംഗോസ്റ്റിൻ ഫാം കേരളത്തിലില്ല. ഇതാണ് റെഡി ടു ഈറ്റ്. നമുക്ക് ഈ ഒരു കളറിലുള്ളതാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത്. ഇത് ഫുള്ളി പാകം, ഇതാണ് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫാമിൽ ഒരു 11 മണി വരെയുള്ള പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. നേരെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചെറുത് അതുമാതിരി തന്നെ വലുത് ഇങ്ങനെ 2 രീതിയിൽ സോർട്ട് ചെയ്യും. അപ്പോൾ ഈ മോഡറേറ്റും ഈ സൈസും ഒരു ഗ്രേഡിങ്ങിലും ഇത് വേറെ സെക്കൻഡ് ക്വാളിറ്റി ഗ്രേഡിങ്ങിലും സോർട്ട് ചെയ്യും. ഇനി അടുത്ത പ്രോസസ്സ് നമുക്കതാണ്. പിന്നെ ഇതും നമ്മൾ സോർട്ട് ചെയ്യും. ഗ്രീനിഷ് പർപ്പിൾ, ഇത് ഒരു 4 ദിവസം കൊണ്ടാണ് ഈ ഒരു പർപ്പിൾ കളറിലേക്ക് അതിനുശേഷം ബ്ലാക്കിലേക്ക് ആവുന്നത്. അപ്പോൾ ഈ 3 രീതിയിലുള്ള സോർട്ടിംഗ് ആണ് അടുത്ത സ്റ്റേജ് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടെ മെർലിൻ ഫാംസിൽ മാംഗോസ്റ്റിനൊക്കെ സെയിൽ ചെയ്യുന്നത്. ഗ്രേഡിങ്ങിനും സോർട്ടിങ്ങിനും ശേഷം നേരെ ഇപ്പോൾ ഇതൊരു സൈസ്, ഇതാണ് ഗ്രേഡഡ് വലുത്, ഇത് ചെറുത്, അതായത് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയും. ഇതാണ് നമ്മുടെ സൈസ് ഡിഫറൻസ് വരുന്നത്. ഈ ഒരു ഇതിലാണ് നമ്മളിവിടെ സെയിൽ നടത്തുന്നത്. നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഇവിടെ ഒറ്റ പ്രൈസ് തന്നെയുള്ളൂ. ഇവിടെ വന്ന് ഡയറക്റ്റ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ ഇതിന് 120, ഇതിന് 200. ഓരോ ദിവസം അനുസരിച്ച് അതിൻ്റെ വില വ്യത്യാസം വരും. ഈ ഒരു കളറിൽ പർപ്പിൾ ചെറിയ ഡോട്ട്സ് വരുമ്പോഴേക്കും ഈ മാംഗോസ്റ്റിൻ പറിച്ച് വയ്ക്കും. അത് ഒരു 2 ദിവസം കൊണ്ട് പർപ്പിളാവും, 2 ദിവസം കഴിഞ്ഞാൽ ബ്ലാക്ക് ആവും. ഇതാണ് റെഡി ടു ഈറ്റ്. നമുക്ക് ഈ ഒരു കളറിലുള്ളതാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത്. ഇത് ഫുള്ളി പാകം, ഇതാണ് നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മളൊരു പറിച്ച് വെച്ച 4 ദിവസത്തിന് ശേഷം മാംഗോസ്റ്റിൻ ഇങ്ങനെ ഇരുന്ന് പഴുക്കും. ഇനി അതല്ല, നമ്മൾ മരത്തിൽ ഇങ്ങനെ കിട്ടുന്നത് നേരെ അങ്ങനെ പറിച്ചെടുക്കും. ഇത് ഈ ഒരു പരുവത്തിൽ ഇത് വീണാൽ ഇതിന് ഡാമേജ് വരും. ഡാമേജ് വന്നാൽ പിന്നെ നമ്മളത് എടുക്കില്ല. നമ്മളത് പ്ലാന്റിങ്ങിന് വേണ്ടി, സീഡ്ലിങ്ങിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത്രയും വലിയ ഒരു മാംഗോസ്റ്റിൻ ഫാം, അതായത് കൊമേഴ്ഷ്യലി പ്ലാൻ ചെയ്ത ഒരു മാംഗോസ്റ്റിൻ ഫാം കേരളത്തിലില്ല. അതിന് ഉത്തരവാദി ഞാനല്ല, എൻ്റെ അപ്പച്ചനാണ്. മെർലിൻ എന്ന് പറയുന്ന ആളാണ് ഒരു 35 കൊല്ലം മുന്നേ ഇങ്ങനത്തെ ഒരു 80 മരം നടുന്നത്. ഈ മരത്തിൽ നിന്നാണ് ഈ മാംഗോസ്റ്റിനെല്ലാം ഇവിടെ നിന്ന് നെറ്റ്വർക്ക് ചെയ്ത് ഇവിടെ തൈ ഉണ്ടാക്കുകയും അതിനുശേഷം ഇവിടെ പരിയാരം ചാലക്കുടി ഭാഗത്തിലേക്കൊക്കെ വിപണനം നടത്തി അവിടെ തോട്ടങ്ങൾ വരികയും ഇപ്പോൾ ആ തോട്ടങ്ങളിലെ ഫ്രൂട്ടും എല്ലാം കൂടി നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് കേരളത്തിൻ്റെ പുറത്തേക്ക്, ഇന്ത്യയുടെ പുറത്തേക്ക് നമ്മൾ അയക്കുന്നത്. മെർലിൻ ഫാംസ് വരുന്നത് ചാലക്കുടിക്ക് അടുത്ത് പരിയാരം സെൻറ്റ് ജോർജ് ചർച്ച്, അതിൻ്റെ നേരെ ഫ്രണ്ടിലൊരു 100 മീറ്റർ മാറിയാണ് മെർലിൻ ഫാംസ്. മെർലിൻ ഫാംസിൽ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഫാമിലൂടെ നടക്കാം. അവിടെ നിന്ന് ഇന്നേ പറിച്ച ഫ്രൂട്ടുകൾ നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്കത് കഴിക്കാം.